മഹാത്മജിയെ നിങ്ങൾക്കറിയും. നിങ്ങളറിഞ്ഞ മഹാത്മജി നമ്മുടെ രാജ്യത്തേക്കാൾ വലുതാണ്. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് മഹാപണ്ഡിറ്റുകൾ വരെ വിളിച്ച നമ്മുടെ ബാപ്പുജി ലോകത്തെ വളരെ പ്രതിഭാശാലികളായി പലരെയും വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ഗാന്ധി മൈ ഫാദർ എന്ന ലോകപ്രസിദ്ധമായ സിനിമ പിടിച്ച റിച്ചാർഡ് ആറ്റൻബറോ ഒരു ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇവിടെ ഏറ്റവും അനുയോജ്യം. സിനിമയുടെ ശരിയായ മർമ്മം കണ്ടെത്തുന്നതിനായി ലോകത്തെങ്ങും പ്രചരിപ്പിച്ചിട്ടുള്ള ഗാന്ധിജിയുടെ ചരിത്രം ഞാൻ അന്വേഷിച്ചു. എനിക്ക് ഒരു കാര്യം മനസ്സിലായി. മഹാത്മ ചരിത്രത്തേക്കാൾ വലിയൊരു അത്ഭുതമാണ് ലോകത്തിലെ ക്രിയാത്മകമായി ചിന്തിക്കുന്ന നേതാക്കന്മാരൊക്കെ ഗാന്ധിയൻ ദർശനങ്ങളുടെ തോഴന്മാരാണ്. ഇംഗ്ലണ്ടിലെ വെയിൻസിലെ 13 വയസ്സുകാരനായ തോംസൺ ബൂച്ച് എന്ന ഒരു പയ്യൻ അന്ന് എന്നെ നാണിപ്പിച്ചു. ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫി അവന് കാണാപ്പാഠമായിരുന്നു. അദ്ദേഹം വളരെ നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനായിരുന്നുവെന്നതും നമുക്ക് പുതിയൊരു അറിവായിരിക്കും. മഹാത്മാഗാന്ധി പഠിച്ച രാജ്കോട്ടയിലെ ആൽഫ്രഡ് സ്കൂളിലെ സഹപാഠിയായിരുന്ന രതിലാൽ ഖേലാഭായ് മെഹ്ത്ത പറയുന്നത് ഗാന്ധിജി അക്കാലത്ത് തകർപ്പൻ ബാറ്റ്മാനും ഉന്നം തെറ്റാത്ത ബൗളറുമായിരുന്നുവെന്നാണ്. ഗാന്ധിജി തന്റെ സ്ഥിരം വേഷം ധരിച്ച് ക്രിക്കറ്റ് ബാറ്റുമായി നിൽക്കുന്ന ഒരു കാർട്ടൂണ് പണ്ട് കാർട്ടൂണിസ്റ്റ് ശങ്കർ അദ്ദേഹത്തിന് വരച്ചയച്ചു കൊടുത്തിരുന്നു. പൽവങ്കൽ വാലു, പൽവങ്കൽ വിത്തൻ എന്നീ സഹോദരന്മാരെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അഭിമാനാർഹമായ അവസ്ഥയിലേക്ക് ആനയിച്ചതും 1919 മുതൽ 1923 വരെയുള്ള വർഷങ്ങൾക്കിടയിൽ മഹാത്മജിയായിരുന്നു. 1933-34 MCC ക്രിക്കറ്റ് ടീമിന്റെ എല്ലാ കളിക്കാരുടെയും ഒപ്പുകളുള്ള ഒരു പേജ് കണ്ടപ്പോൾ അതിൽ 17ാമത്തെ ടീമംഗവുമായി അദ്ദേഹം തന്റെ കയ്യൊപ്പിട്ടു. വിജയ് മർച്ചന്റിന്റെ സഹോദരി അദ്ദേഹത്തോട് ഓട്ടോഗ്രാഫ് ചോദിച്ചപ്പോൾ ആ ഓട്ടോഗ്രാഫിലെ എല്ലാ പേജുകളും അദ്ദേഹം മറിച്ചു നോക്കി. അതിലൊരു പേജിൽ ക്രിക്കറ്റ് ടീമിലെ എല്ലാ കളിക്കാരുടെയും ഒപ്പുവെച്ച പേജ് കണ്ടപ്പോഴായിരുന്നു ഗാന്ധിജി അത് ചെയ്തത്. ലോകം കണ്ട മഹാക്രൂരനായ ഏകാധിപതിയായ ഹിറ്റ്ലർക്ക് ഗാന്ധിജി ഒരു കത്തയച്ചിരുന്നു. 1930 ജൂലൈ 23 അദ്ദേഹം അതെഴുതിയത്. മനുഷ്യരാശിയെ ഒരു കൊടിയ യുദ്ധത്തിൽ നിന്ന് അഥവാ 2ാം ലോകയുദ്ധത്തിൽ നിന്ന് രക്ഷിക്കാനും തടയാനും നിലവിൽ താങ്കൾക്കാണ് കഴിയുക. ലോകത്തെ മുഴുവൻ കൊടിയ അപരിഷ്കൃതാവസ്ഥയിലേക്ക് തിരിച്ചെത്തിക്കുന്ന പ്രക്രിയയായ യുദ്ധമാണിനി വരാൻ പോകുന്നത്. ലോകത്തിനു വേണ്ടി താങ്കൾ ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞേ തീരൂ. യുദ്ധങ്ങളുടെ രീതികൾ സത്യത്തിൽ വിജയകരമല്ല എന്നതിനാൽ ആ രീതികളെ സ്വയം വർജിച്ച ഒരാൾ എന്നർത്ഥത്തിൽ നിങ്ങൾ ഈ സംഗതിയെ കണ്ടാൽ മതി. എന്നോട് ക്ഷമിക്കണം, താങ്കളുടെ പ്രിയ സുഹൃത്ത് എന്നിങ്ങനെയായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഹൈസ്കൂൾ കാലയളവിൽ ഗാന്ധിജി രാജ്കോട്ടിലെ സ്കൂളിൽ ഹെഡ്മാസ്റ്ററായിരുന്ന ഡൊറാബ്ജി, എഡുൾജി, ജിമി എന്ന അധ്യാപകരെ വല്ലാതെ ഭയന്നിരുന്നു. അദ്ദേഹത്തിന് മുമ്പിൽ ചെന്നു നിൽക്കാനും കാര്യങ്ങൾ ചോദിച്ചറിയാനും വിചാരിക്കുമ്പോഴേക്ക് അടിമുടി വിറച്ചിരുന്നു. പക്ഷേ പിൻകാലത്ത് ആ അധ്യാപകനെ മാതൃകയാക്കി പ്രവർത്തിക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ഡൊറാബ്ജി, ജിമി വളരെ നല്ല രീതികളും അച്ചടക്കവും സ്വന്തം ജീവിതത്തിൽ പാലിച്ചിരുന്നയാളുകളായിരുന്നു എന്ന് ഗാന്ധിജി എപ്പോഴും അതിനെക്കുറിച്ച് ചോദിച്ചാൽ പറയാറുണ്ട്. എന്നാൽ ലോകത്തെ മുഴുവൻ സ്നേഹിച്ച മഹാത്മജി തന്റെ ഉള്ളിൽ അന്ത്യം വരെ കൊണ്ടു നടന്ന ഒരു നിരാശാബോധം അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെ വായിക്കാം. ഞാൻ നല്ലൊരു വായനക്കാരനും പണ്ഡിതനും പ്രഭാഷകനും ബാരിസ്റ്ററുമൊക്കെ ആയിട്ടെന്ത്? എന്റെ പ്രിയ പത്നി കസ്തൂർബ നിരക്ഷരയായിരുന്നു. അവളെ അക്ഷരം പഠിപ്പിക്കാൻ ഞാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടിരുന്നു. സ്വന്തം ഭാര്യയെപ്പോലും അക്ഷരം പഠിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ട ഞാനാണല്ലോ ഇന്ത്യക്കാരനെ പഠിപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത് എന്ന ചിന്ത എന്നെ ചിലപ്പോഴൊക്കെ നിരാശനാക്കിയിട്ടുണ്ട്. മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഇത്തരം കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കൂട്ടുകാരെ? ലോകം മുഴുവനും വാഴ്ത്തിയ നമ്മുടെ രാഷ്ട്രപിതാവ് വലിയ മഹാനായിരിക്കെ തന്നെ തികച്ചും നമ്മളെപ്പോലെയുള്ള ഒരാളായിരുന്നുവെന്നല്ലേ? ആണോ? അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു. കാരണം തികച്ചും ഒരു സാധാരണക്കാരനായിരിക്കാൻ
അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു മഹാത്മജി.